عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർലല്ലാഹ്. റജബ് മാസത്തിൽ മരിക്കാൻ കൊതിച്ച മഹാത്മാക്കളുണ്ടത്രേ. എന്തേ അതിൻ്റെ കാരണം? റജബിൻ്റെ പ്രാധാന്യം അവർക്ക് ബോധ്യമായിരുന്നു. മഹ്മൂദിയ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് ആറ്റക്കോയത്തങ്ങളുടെ ജനാസ ഖബറടക്കി അൽബാബ് സ്കൂളിലെത്തി ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ മണ്ണിട്ട് നിറച്ച് മൈലാഞ്ചി കൊമ്പ് കുത്തിയ ശേഷം ഇമാം തൽഖീൻ ചൊല്ലിക്കൊടുത്ത ആദ്യത്തെ വാചകം മനസ്സിൽ ഓർക്കുക. ഒതുക്കു സഹോദര, ഖബറിൽ കിടക്കുന്ന സുഹൃത്തെ മുഅ്മിനേ, ദുനിയാവിൽ നിന്ന് പോരുമ്പോൾ അവിടെ വെച്ച് ചില കരാറുകളുണ്ടല്ലോ, മറക്കല്ലേ, ഓർക്കണമേ. എന്നിട്ട് പറയുന്നുണ്ട്, മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്ന് ഒരു ചോദ്യങ്ങൾ ചോദിക്കും. അള്ളാഹ് ആരാണെന്ന് പറയുമ്പോൾ റബ്ബി അള്ളാഹ് എന്ന് പറയണേ. നബിതങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ എന്ന് പറയണം. ചോദ്യവും മറുപടിയും പറഞ്ഞ അവസാനം ഇനി സഹോദരങ്ങൾ ആരാണെന്ന് ചോദ്യമുണ്ടാകുമ്പോൾ അൽ മുസ്ലിമൂന ഇഖ്വാനി, മുസ്ലിങ്ങൾ എൻ്റെ ഇഖ്വാൻ സഹോദരങ്ങളാണ് എന്ന് പറയണം. തൽഖീനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം ഉമ്മ പ്രസവിച്ച റഫീഖോ ഷഫീഖോ മാത്രമല്ല സഹോദരങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും എല്ലാ മുസ്ലിങ്ങളും എൻ്റെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. ഓർമ്മയുണ്ടാകണേ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിതം നയിക്കണമേ എന്നൊരു ദ്വയാർത്ഥം കൂടി അതിനില്ലേ. ഇരിക്കട്ടെ, റജബിലെ മഹോന്നതമായ മരണമായി തങ്ങളുടേത് അള്ളാഹു കബൂലാക്കട്ടെ. നമ്മിൽ നിന്ന് വിടയായ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകം ദുആ ചെയ്തത് ഉലമാ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാൻ മാസത്തിലും ബറക്കത്ത് നൽകണമേ. എന്നിട്ട് മുത്തനബിയുടെ ഒരു ആഹ്വാനം, ഒരു അഭ്യർത്ഥനയുണ്ട്. ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എത്തിച്ചു തരണം. റമളാൻ അനവധി സുഹൃത്തുക്കളുടെ നാളുകളാണ്, അതിലേക്ക് ആയുസ് നീട്ടിക്കിട്ടണമെന്ന്. മരണമൊക്കെ എപ്പോഴും എപ്പോഴും ആകാം. അതാണല്ലോ ആയുസിന് വേണ്ടി മുത്തനബിയും ദുആ ചെയ്തത്. ബറക്കത്തോടുകൂടി ജീവിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ബറക്കത്ത് ഉണ്ടാകണം. ഇപ്പോൾ നാം ഒരു പ്രഭാഷകനാണെങ്കിൽ പ്രഭാഷണത്തിൽ ബറക്കത്ത് വേണം, ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ ബറക്കത്തും, ആലിമാകുമ്പോൾ ഇൽമിൽ ബറക്കത്ത് വേണം. അങ്ങനെ കുടുംബക്കാരൻ കുടുംബജീവിതത്തിൽ ബർക്കത്ത് വേണം, വാഹനത്തിൽ ബർക്കത്ത് വേണം, ധരിക്കുന്ന വസ്ത്രത്തിൽ ബർക്കത്ത് വേണം. നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹു ബറക്കത്ത് തരണം. സുബൂത്തുൽ ഖൈരിൽ ഇലാഹി, ബറക്കത്ത് എന്നാൽ അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഖൈർ, നന്മ, അത് സ്ഥിരപ്പെട്ട് കിട്ടലാണ്. അതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ബർക്കത്ത് അത്ഭുതമില്ലേ കൂട്ടുകാരെ? ഇതാ 2-3 ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഇന്ത്യയുടെ സുൽത്താൻ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി മഹാനുഭവനെ അനുസ്മരിച്ചത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ നിന്ന് സ്വപ്ന ദർശനം വഴിയാണ് ഇന്ത്യയിലെത്തുന്നത്. അങ്ങ് ഇന്ത്യയുടെ സുൽത്താനാണെന്ന് മുത്തനബിയുടെ സ്വപ്ന ദർശനമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ജീവിതം നോക്കുക. അനേകായിരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുപ്പിച്ചില്ലേ? അതിലും വലിയൊരു ബറക്കത്ത് ഖാജാ തങ്ങൾക്ക് പിന്നെ എന്ത് കിട്ടാനാണ് ഇല്ലേ? അനവധി മറ്റു മതസ്ഥർ പോലും ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കിയത് ഖാജാ തങ്ങളിലൂടെ. അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമായി സാന്ത്വനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ തണൽ വിരിച്ച ആ മഹാനുഭവൻ സ്വന്തം ജീവിതത്തിലൂടെ ഇതാണ് ദീൻ, ഇതാണ് മതം എന്ന് അനുയായികളെയും മറ്റുള്ളവരെയും ഒക്കെ കാണിച്ച എത്രയോ മഹിതമായ ഉദാഹരണം. അതെ, അപ്പോൾ ബറക്കത്ത് എന്തായിരുന്നു എന്ന് ഖാജാ തങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ റജബിനെ നാം പഴാക്കല്ലേ എന്നതുകൂടിയാണ് ഗൗരവത്തിലൂടെ ഉണർത്തുന്നത്. എന്തേ റജബ് അങ്ങ് വന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യമുണ്ട്. അനസ് റളിയല്ലാഹു നിന്നാണ് ഉദ്ധരണിയുള്ളത്. എന്താണ് ഇതിന് റജബ് എന്ന് പേര് വെക്കാൻ കാരണം? മുത്തനബി പറയാണ്, ലഅന്നഹു യതറജബു ഫീഹി ഖൈറുൻ കതീർ, അനവധി നിരവധി പരിധിയില്ലാത്ത നന്മ ഈ മാസത്തിൽ വർഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ ബർദാഖ് ബൽഖി തങ്ങൾ പറഞ്ഞത് കാണാം, മഹാനുഭാവൻ പറഞ്ഞത് കാണാം,
റജബ് മാസം ഷഹറുൻ ലിസറൈ, കൃഷി ഇറക്കാനുള്ള മാസമാണ്. ഷഅബാനു ഷഹറു സുഖി, ആ കൃഷി ഇറക്കിയാൽ വെള്ളമൊഴിച്ച് നനച്ച് വളരാൻ അനുവദിക്കണമല്ലോ, അത് ഷഅബാൻ മാസമാണ്, നനയുടെ മാസം. റമദാനു ഷഹ്റുൽ അസാദ്, ഈ കൃഷിയും നനയും ഒക്കെ കഴിഞ്ഞാൽ വളർന്ന് അത് കായ്പൂക്കളുണ്ടായി കൊയ്തെടുക്കണമല്ലോ, അതെവിടെയാ, അത് റമദാനാണ്, കൊയ്ത്ത് കാലം. വലിയ അർത്ഥവത്താണ് ആ പ്രഖ്യാപനം. അതെ, ഇപ്പോൾ കൃഷി ഇറക്കുക അഥവാ ഇബാദത്തിനും താഴത്തിനുമായിട്ട് സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ശഅബാനാകുമ്പോൾ ചെയ്യണം. റമദാനിൽ ഇബാദത്തും താഴത്തും വർദ്ധിപ്പിച്ചാൽ അള്ളാഹു നമുക്ക് സ്വർഗം ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകുകയല്ലേ. അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത് കാണാം, ഷഹർ മാസം തുസ്തജാബു ഫീഹി ദഅവതു, ദുആ എന്നാൽ ഉത്തരം കിട്ടുന്ന മാസമാണ്. നമ്മൾ ദ്വാരക്കാൻ മടിയന്മാരാണോ? നമ്മൾ ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, പിന്നെയും ചോദിക്കണം. പടച്ച ഒരാള്, നമ്മുടെ കൂട്ടുകാർ, നമുക്കൊരു പൈസ സഹായം വേണം, അല്ലെങ്കിൽ വേറൊരു ആവശ്യം അയാളെ കൊണ്ട് നേടണം, അല്ലെങ്കിൽ ഒരു ജോലി അയാളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കിട്ടണം. ഒന്ന് ചോദിച്ചു, രണ്ടും മൂന്നാമത് ചോദിക്കാൻ ലജ്ജയുണ്ടാവും അല്ലേ? അതെ, അതേ സമയത്ത് റഹ്മാനായ ഖാലിഖായ അള്ളാഹ്, നിങ്ങൾ ചോദിക്കൂ അസ്തജിബ് ലക്കും, ഉത്തരം ചെയ്യുന്നത് എൻ്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ധാരാളം ദുആ ഇറക്കുക, താഴത്തെ ഹസനാത്ത് വർദ്ധിപ്പിക്കുക, തിന്മയിൽ നിന്നൊക്കെ പിന്മാറുക. ഇവിടെ ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ ഉദ്ധരണി കാണാം, ഈ 4 പവിത്രമായ മാസങ്ങൾ അതിൽപ്പെട്ടതാണല്ലോ റജബ്. ഈ പവിത്ര മാസങ്ങളിൽ അതിൻ്റെ ബഹുമാനം അല്ലാഹു വളരെ വലുതാക്കി. എന്നിട്ട് കാണാം, വജഅല ഫീഹിന്ന ദംബ അഅ്ളമ, അതിൽ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമായി. അതേ സമയത്ത് വജഅലൽ അമല സ്വാലിഹ വൽ അജ്റ അഅ്ളമ, നല്ലത് പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുക, ഇത് രണ്ടും വലിയ രീതിയിൽ ലഭ്യമാണ് എന്ന് മഹത്തുക്കൾ നമ്മെ റജബ് മാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തിലേക്ക് മുന്നേറുക, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, പടച്ചവൻ വിലക്കിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഈ വിശുദ്ധ റമദാന്റെ നാളുകൾ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തണം, അതിൽ ബോധവാന്മാരാകണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു 5 ഉപദേശം അവസരോചിതം ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. മുത്തനബി പറയുകയാണ്, ഈ സമുദായത്തോട് 5 കാര്യം ഞാൻ ഉണർത്തുകയാണ്. 1, ജനങ്ങളെക്കാൾ കൂടുതൽ ഓർക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതേ സൃഷ്ടാവിനെ തന്നെയാണ് ഓർക്കണം. ഖാലിഖായ ജഗന്നിയന്താവായ സൃഷ്ടാവായ ഒരു അള്ളാഹു ഉണ്ട് എന്ന ബോധം ഒരു നിമിഷം പോലും മാറ്റിവെക്കാൻ പാടില്ല. 2, ദുനിയാവിനേക്കാൾ പരലോകം ഓർക്കണം. ദുനിയാവ് കുറഞ്ഞ നാളല്ലേ ഉള്ളൂ, അതങ്ങ് അവസാനിച്ചാൽ നിരവധി കോടാനക്കോടി കൊല്ലങ്ങൾ ജീവിക്കേണ്ട പരലോകമല്ലേ, അത് ഓർത്തുകൊണ്ടിരിക്കുക. നന്മകളേക്കാൾ തിന്മകളെ ഓർക്കണം. മുത്തനബി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നന്മയല്ലേ ചെയ്യേണ്ടത്? അതേസമയത്ത് ഓർക്കേണ്ടത് തിന്മകളെ എന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്തു പോയല്ലോ, അതിൻ്റെ ഗൗരവമാണ് ഓർത്തുകൊണ്ടിരിക്കേണ്ടത്. ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെ ഓർക്കുക. 4, ജീവിതം കുറഞ്ഞ നാൾ, അതേസമയത്ത് മരണമെന്ന് പറയുന്ന അതിഭയങ്കരമായ ഒന്നിനെ അഭിമുഖീകരിക്കാനുണ്ട്. ഈ ഓർമ്മ എപ്പോഴും ഉണ്ടാകട്ടെ. 5, മറ്റുള്ളവരുടെ ന്യൂനതയേക്കാൾ സ്വന്തം ന്യൂനതയെ ഓർത്തുകൊണ്ടിരിക്കണം. ഒരു കാത്തിൽ കുലൂബ് തിരിക്കുന്ന ഇതിൽ വലിയ വലിയ തത്വങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ മരണത്തെ മറക്കും, എന്നിട്ട് ജീവിതത്തെ ഓർക്കും. ചിലപ്പോൾ ദുനിയാവാ നമ്മുടെ വിഷയം, പരലോകം അത്രങ്ങ് പരിഗണിക്കാറില്ല. നന്മകളൊക്കെ ചെയ്യുന്നത് അതിങ്ങനെ എടുത്തെടുത്തൊക്കെ പറയും. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. തിന്മ ചെയ്തതിൻ്റെ ഗൗരവം കാണുന്നില്ല. അങ്ങനെ തുടങ്ങി മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറയുമെങ്കിൽ എന്തൊരു ഹരമാണ് നമ്മിൽ പലർക്കും. പുണ്യമാസം വന്നാലും പുണ്യനിമിഷം വന്നാലും, സാധാരണ ഹജ്ജ് ഉംറയുടെ അമീർമാരൊക്കെ ക്ലാസ്സിൽ മുമ്പ് പറയും, വിശുദ്ധ ഹറം ഇബാദത്തുകൾക്ക് ഇരട്ടി പ്രതിഫലമുള്ള നാടാണല്ലോ. ഹജ്ജിന് എന്നാലും ഉംറയ്ക്ക് എന്നാലും പുണ്യസ്ഥലങ്ങളിൽ ചെന്നാലും അവിടെയും രാഷ്ട്രീയവും അതും ഇതും പറഞ്ഞ് മറ്റുള്ളവനെ ആചാരിങ്ങനെ ഈ പെണ്ണിങ്ങനെ വേണ്ട മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് എന്താ റൈറ്റ്? നമ്മുടെ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർക്ക്, കൂടുതൽ ഗുണങ്ങൾ ചെയ്യാൻ നോക്കുക. ഒപ്പം ന്യൂനതകളും കുറവുകളും പോരായ്മകളും ഓർത്ത് വിലപിച്ചുകൊണ്ട്, സൃഷ്ടാവായ നാഥ, ഈ പുണ്യനിമിഷങ്ങളിൽ എനിക്ക് പൊറുക്കണേ, എനിക്ക് മാപ്പ് തരണേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ബന്ധപ്പെട്ടവർക്കും നാളെ പരലോകത്ത് വിജയം തരണേ എന്ന പ്രാർത്ഥനകളുമായി, കൂടുതൽ നന്മകളുമായി പുണ്യനിമിഷങ്ങളെ പ്രയോജനകരമാക്കാനുള്ള പരമാവധി ശ്രമങ്ങളാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.